ഹായ്, എല്ലാവർക്കും ഹാപ്പി വിഷു ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വിഷു ദിനത്തിൽ 3 നിറത്തിലുള്ള കണിക്കൊന്ന പൂക്കളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മഞ്ഞക്കണിക്കൊന്ന, വെള്ളക്കണിക്കൊന്ന, ചുവന്ന കണിക്കൊന്ന. അതിനൊക്കെ മുമ്പ് നമുക്ക് മഞ്ഞക്കണിക്കൊന്നയെ തന്നെ ആദ്യം കാണാമല്ലേ. ശരിക്കും മഞ്ഞക്കണിക്കൊന്നയെ മാറ്റി വെച്ച് മലയാളികൾക്കൊരു ജീവിതം ഇല്ലയെന്ന് തന്നെ പറയാമല്ലേ. ശരിക്കും വിഷ്ണു ഭഗവാൻ ഈ കണിക്കൊന്ന പൂക്കൾക്കിടയിലൂടെയാണ് വിഷുദിനത്തിൽ നമ്മളെ കാണാൻ വരുന്നതെന്ന ഒരു ഐതിഹ്യമുണ്ട്. ശരിക്കും കണിയിൽ ഇതിനെ പ്രധാനമായി ഉൾപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. മലയാളികൾക്ക് മഞ്ഞക്കണിക്കൊന്നയില്ലാതെ വിഷുവില്ല, കണിയില്ല എന്ന് തന്നെ പറയാമല്ലേ. അത് മാത്രമല്ല, രാമൻ്റെ വനവാസകാലത്ത് സീത വനത്തിൽ വിഷാദത്തോടെ നിൽക്കുമ്പോൾ കണിക്കൊന്നയുടെ പൂക്കൾ അവളെ ആശ്വസിപ്പിക്കാനായി എത്തിയെന്നും ഐതിഹ്യം പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഇതിനെ ആശ്വാസത്തിൻ്റെയും നവജീവിതത്തിൻ്റെയും പുഷ്പമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കണിക്കൊന്നയാണ് വെള്ളക്കണിക്കൊന്ന. ഇതാണ് ആൾ കേട്ടോ. ഇത് ശരിക്കും ഇമ്പോർട്ടഡ് ആയിട്ടാണ്. ഒരു എലഗൻ ലുക്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വളർത്താൻ പറ്റുന്നതാണ്. അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. മഞ്ഞക്കണിക്കൊന്നയോടൊപ്പം തൊട്ടുരുമി നിൽക്കാൻ തന്നെ ഈ വെള്ളക്കണിക്കൊന്നയ്ക്ക് പറ്റും. ഒരു വേറൊരു ലുക്കാണ്, എന്താ പറയുക, ഒരു റോയൽ ലുക്ക് എന്ന് തന്നെ പറയാം ഈ വെള്ളക്കണിക്കൊന്ന. അടിപൊളിയാണ്. അപ്പോൾ 2 നിറത്തിലുള്ള കണിക്കൊന്ന പൂക്കളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ വെള്ളക്കണിക്കൊന്ന മൊട്ടുകൾ മഞ്ഞയായിട്ടാണ് വരുന്നതെങ്കിലും വിരിയുന്നത് വെള്ളയായിട്ടാണ്. നല്ല രസമാണ് കേട്ടോ കാണാനാ. ഇനി അടുത്തതായിട്ടുള്ളത് ചുവന്ന കണിക്കൊന്നയാണ്. ചുവന്ന കണിക്കൊന്നയും നിങ്ങൾക്ക് കാണാം ചുവന്ന മൊട്ടുകളും ചുവന്ന പൂക്കളുമായിട്ട് സെയിം കണിക്കൊന്ന തന്നെയാണ്. ശരിക്കും അതിൻ്റെ ഇലകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം 3ൻ്റെയും ഇലകൾ കണിക്കൊന്ന പൂക്കളുടെ ഇലകൾ തന്നെയാണ്. പൂക്കൾക്ക് വ്യത്യസ്ത നിറങ്ങളാണ്. അപ്പോൾ ഈ വെള്ളക്കണിക്കൊന്നയും ചുവന്ന കണിക്കൊന്നയും ഇമ്പോർട്ടഡ് ഐറ്റംസാണ്. മഞ്ഞക്കണിക്കൊന്ന നമ്മുടെ നാട്ടിലെ തനതായ പുഷ്പവുമാണ് അല്ലേ. അടിപൊളിയാണ്. അപ്പോൾ ഈ 3 കണിക്കൊന്നകളെയും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അത് പറയുക. അപ്പോൾ നമുക്ക് പല വെറൈറ്റി കണിക്കൊന്നകൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കണിക്കൊന്ന ഡോർഫ് വെറൈറ്റി ഉണ്ട്, നോർമൽ വെറൈറ്റി കണിക്കൊന്നയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വിഷുദിനാശംസകൾ.